ഇന്ന് പച്ചരി വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് കറികളൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് 1.5 കപ്പ് സാധാരണ പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് മാറ്റി വെക്കാം. ഇനി കുക്കറിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യൊന്ന് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും 2 പച്ചമുളകും 1 പകുതി സവാളയും 3 വറ്റൽമുളകും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ ഇതിലേക്ക് 1 കപ്പ് ചെരുവിയ തേങ്ങയും 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതായത് അരി എടുക്കുന്നതിൻ്റെ ഡബിൾ വെള്ളം എടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കഴുകി വറുത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ അടിച്ചാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഇനി പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കുന്ന സമയത്ത് ചോറൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു പപ്പടം അച്ചാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചോറാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഉണ്ടാക്കാറ് പരിപ്പ് കറിയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെമ്മീൻ കറി ഉള്ളത് കൊണ്ട് അതുകൂടി എടുത്തിട്ടുണ്ട്. പരിപ്പ് കറി മാത്രം കൂട്ടിയിട്ട് കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.